ഹായ് ഫ്രണ്ട്സ്, ആംഗുലറിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആംഗുലർ റോഡ് ഗാർഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ക്യാൻ ആക്റ്റീവ് റോഡ് ഗാർഡിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നമുക്കൊരു പർട്ടിക്കുലർ റൗട്ടിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ക്യാൻ ആക്റ്റീവ് റോഡ് ഗാർഡ് വെച്ചിട്ട്. ഇവിടെ ഇപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ റൗട്ടുണ്ട്. നമുക്ക് ഇതിന് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റൗട്ട് അടിക്കുമ്പോൾ കയറാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റും. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത രണ്ട് റോഡ് ഗാർഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ക്യാൻ ആക്റ്റീവ് ചൈൽഡും ക്യാൻ ഡീആക്ടിവേറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻ ആക്റ്റീവ് ചൈൽഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു രണ്ട് കമ്പൗണ്ട് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് കമ്പൗണ്ടും വ്യൂ കമ്പൗണ്ടും. അത് രണ്ടും അഡ്മിൻ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഒരു ക്രിയേറ്റ് കമ്പൗണ്ടുണ്ട്, ഒരു വ്യൂ കമ്പൗണ്ടും ഉണ്ട്. ഓക്കെ, ഞാൻ ചുമ്മാ ഇതിന് രണ്ടിനും ഓരോ റൗട്ട് വീതം കൊടുക്കുകയാണ്. പാത്ത് അഡ്മിൻ സ്ലാഷ് ക്രിയേറ്റ് ആണെങ്കിൽ കമ്പൗണ്ട് വേണ്ടത് ക്രിയേറ്റ് കമ്പൗണ്ട്. ക്രിയേറ്റ് കമ്പൗണ്ട് അഡ്മിൻ സ്ലാഷ് വ്യൂ ആണെങ്കിൽ വ്യൂ കമ്പൗണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം അഡ്മിൻ വന്നു. ഇനി ഇവിടെ സ്ലാഷ് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് കമ്പൗണ്ട് വന്നു. വ്യൂ കൊടുക്കുമ്പോൾ വ്യൂ കമ്പൗണ്ട് വന്നു. പക്ഷേ ആംഗുലറിൽ ഇത് രണ്ടും ഈ ക്രിയേറ്റും വ്യൂ എന്ന് പറഞ്ഞ അഡ്മിൻ്റെ ചൈൽഡ് കമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ പ്രിഫിക്സ് ആയിട്ട് ഈ അഡ്മിൻ എന്ന് കൊടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആംഗുലർ നമുക്കൊരു ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇതൊരു ഡൈനാമിക് ആക്ക് ഈ ഒരു റൗട്ടിങ്ങിനെ ഞാൻ ഇവിടെ കൊടുക്കുന്നതിന് പകരം ഒരു ബട്ടൺ ക്ലിക്കിൽ കൊടുക്കുന്ന രീതിയിലാക്കാം. അതിനുവേണ്ടി അഡ്മിൻ കമ്പൗണ്ടിൽ വന്നിട്ട് ഞാൻ രണ്ട് ബട്ടൺസ് കൊടുത്തു. ഒന്ന് ക്രിയേറ്റ് ബട്ടണും അടുത്തൊരു വ്യൂ ബട്ടണും കൊടുത്തു. അതെല്ലാം ഒരു ഇവൻറ്റ് ഞാൻ കൊടുത്തു, ക്ലിക്ക് ഇവൻറ്റ് കൊടുത്തു. ഒരു ഓൺ റൗട്ട് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കൊടുത്തു. അതിലൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് എന്നും ഇതേ ഫംഗ്ഷനെ ഞാൻ ഇവിടെ കോൾ ചെയ്തു. അതിൽ ഞാൻ വ്യൂ എന്നും കൊടുത്തു. ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൽ നമുക്ക് രണ്ട് ഡിപ്പെൻഡൻസി വേണം. ആദ്യ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ റൗട്ടർ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇൻജെക്റ്റ് ചെയ്തു. റൗട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും. ഇവിടെ ടാബ് അടിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആംഗുലർ റൗട്ടറിന് റൗട്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് ഇമ്പോർട്ട് ആയിക്കോളും. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ ഇതേപോലെ ഇവിടെ എഴുതി അതിൽ പാരാമീറ്റർസ് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കൊടുത്തു. ഒന്നുമില്ല, നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി അതിലോട്ട് നമ്മുടെ ഈ ഡിപ്പെൻഡൻസിനെ വിളിക്കുകയാണ് ദിസ് ഡോട്ട് റൗട്ടർ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഡിപ്പെൻഡൻസിയുടെ എല്ലാ മെത്തേഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ നാവിഗേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാവിഗേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാരാമീറ്റർസ്, അടുത്ത ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പാസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു റൗട്ടാണ്, കണ്ടോ, സ്ലാഷ് അഡ്മിൻ. അപ്പോൾ അത് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കേർലി ബ്രാക്കറ്റിനുള്ളിൽ റിലേറ്റീവ് ടു എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, റിലേറ്റീവ് ടു. ഇനി അടുത്തൊരു ഡിപ്പെൻഡൻസി അതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റൗട്ട് ഈസ് ടു ആക്ടിവേറ്റഡ് റൗട്ട് എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻസി വേണം. അതിന് നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ കിട്ടും, കണ്ടോ, ആംഗുലർ റൗട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്ടിവേറ്റഡ് റൗട്ട് എന്ന് പറഞ്ഞ മെത്തേഡിനെ വിളിച്ചു. ഇവിടെ ഇൻജെക്ട് ചെയ്തു. ഇനി നമുക്ക് ദിസ് ഡോട്ട് റൗട്ട് എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഈ കറണ്ട് റൗട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ലാഷ് അഡ്മിൻ ഇവിടെ കിട്ടും. റിലേറ്റീവ് ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണോ ഈ കമ്പൗണ്ട് റിലേറ്റീവ് ആയിട്ടുള്ള റൗട്ട് അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ സ്ലാഷ് അഡ്മിനും പിന്നെ ഈ പരാമർശം കിട്ടും. ഇത് ശരിക്കും ആക്ച്വലി മീൻ ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചുതരാം. സ്ലാഷ് അഡ്മിൻ സ്ലാഷ് വ്യൂ അല്ലെങ്കിൽ ക്രിയേറ്റ്, ഇതാണ് ശരിക്കും ഇവിടെ ഈ ഒരു രണ്ട് റൗട്ടും കൂടെ ചെയ്ത് പ്ലസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഈ അഡ്മിൻ സ്ലാഷ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നാവിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിസ് ഡോട്ട് റൗട്ടർ ഡോട്ട് നാവിഗേറ്റ് എന്ന് പറഞ്ഞിട്ട്
നമ്മൾ സാധാരണ റൗട്ട് എഴുതുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിലുള്ള സ്ട്രിങ് ആയിട്ട് /admin/create അല്ലെങ്കിൽ /view എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. അതായത് ഈ റൗട്ടിലോട്ട് അപ്പോൾ നമ്മൾ ഇതിന് നാവിഗേറ്റ് ചെയ്യും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൗട്ടിലോട്ട് ഇത് നാവിഗേറ്റ് ആണ് ചെയ്യുന്നത്. അതിന് പകരമാണ് നമ്മളൊന്ന് ഇങ്ങനെ എഴുതിയത്. നമ്മളെപ്പോഴും ഇവിടെ ഈ ഒരു പ്രിഫിക്സ് ആയിട്ട് അഡ്മിൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ല നോക്കാം. അതൊന്ന് റീഫ്രഷ് ചെയ്തു. /admin നമ്മൾ സേവ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, നമുക്ക് 2 ബട്ടൺസ് വന്നു. നാം ക്രിയേറ്റ് കൊടുക്കുമ്പോൾ വർക്കായി, അതായത് ക്രിയേറ്റ് കമ്പോണ്ടിലോട്ട് പോയി. വ്യൂ കൊടുക്കുമ്പോൾ അതും വർക്കായി, വ്യൂ കമ്പോണ്ടിലോട്ട് പോയി. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു യൂസർക്ക് ഇതിന് ആക്സസ് ഇല്ലെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇതിപ്പോൾ ആര് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താലും ക്രിയേറ്റ് എന്ന് പറഞ്ഞ റൗട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാൻ ആക്റ്റീവ് ചൈൽഡ് റൗട്ട് ഗാർഡ്. ഓക്കെ, അത് ഉപയോഗിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു ഇതിനൊന്ന് റീഫാക്ടർ ചെയ്യണം. റീഫാക്ടർ എന്താണ് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യേണ്ടത്. അതായത് ചിൽഡ്രൻ എന്നാണ് പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. അതിന് വേണ്ടി പാത്ത്, ഓക്കെ, ഞാനിങ്ങനെ എഴുതി. ഇപ്പം ആക്ച്വലി പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പോണ്ടിനെ ഞാൻ ഇവിടെ നിന്ന് കളയാണ്. പാത്ത് എന്ന് പറഞ്ഞ അഡ്മിൻ ആണെങ്കിൽ അതിനൊരു ചിൽഡ്രൻ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് പാത്ത് എംപ്റ്റി ആയിരിക്കും. കൂടാതെ തന്നെ അതിൻ്റെ കമ്പോണ്ട് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ അഡ്മിൻ കമ്പോണ്ടിന് കൊടുക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പാത്ത് അഡ്മിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആദ്യം ഈ പാത്തിലോട്ട് വരും. ഈ പാത്തിലോട്ട് ആദ്യം നോക്കുന്നത് ക്യാൻ ആക്റ്റീവ് എന്ന് പറഞ്ഞ റൗട്ട് ഗാർഡ് ട്രൂ ആണെങ്കിൽ പിന്നെ നേരെ ഈ ചിൽഡ്രനിലോട്ട് വല്ലതും ഉണ്ടോ എന്നാണ് നോക്കുക. ഇവിടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അരയുടെ ലെങ്ത് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിലോട്ട് പോകും. ഇവിടെ പാത്ത് എംപ്റ്റി എന്ന് പറയുമ്പോൾ അഡ്മിൻ തന്നെയാണ്. ഇവിടെ path/create എങ്ങാനും വന്നാൽ ഇവിടെ മീൻ ചെയ്യുന്നത് admin/create ആണ്. ഇപ്പോൾ ഇവിടെ admin/empty ആയ കാരണം അഡ്മിൻ തന്നെ. അപ്പോൾ ഇത് പാത്ത് ഇവിടെ അഡ്മിൻ ആവും. അഡ്മിൻ ആകുമ്പോൾ കമ്പൗണ്ട് കാൾ ചെയ്യുക അഡ്മിൻ കമ്പൗണ്ട് ആയിരിക്കും. നമുക്ക് ഇത് വരെ നോക്കാം. ഞാൻ ഒന്നും കൊടുത്തില്ല. path/admin എന്നാണ് കൊടുത്തു പോകണ്ടോ, അഡ്മിൻ കമ്പൗണ്ട് കാളായി. അപ്പോൾ നമ്മൾ ഇത് വരെയുള്ള വർക്കിംഗ് ആണ്. ഞാൻ ഒന്നുമില്ല, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ കമ്പൗണ്ട് ഇതിൻ്റെ മുകളിലാണ് കൊടുത്തിരുന്നത്. അതായത് ചിൽഡ്രൻ ഉണ്ട്. ഈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചിൽഡ്രൻ, അപ്പോൾ അഡ്മിൻ എന്ന് പറയുമ്പോൾ കൊടുത്താൽ തന്നെ ചിൽഡ്രൻ ആദ്യം ഇതിൻ്റെ ലെങ്ത് ഗ്രേറ്റർ 0 ആണ് നോക്കും. 0 ആണെങ്കിൽ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ഇതിലോട്ട് പോകും. ഇവിടെ പാത്ത് എംപ്റ്റി ആണ്. പാത്ത് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഈ അഡ്മിന് അപ്പുറത്തൊന്നുമില്ല അവിടെ. അപ്പോൾ ഈ കമ്പൗണ്ടിലോട്ടാണ് വരിക. ഇനി നമുക്ക് അതേപോലെ ഒന്നും കൂടെ എഴുതാം. പാത്ത് എംപ്റ്റി ആണെങ്കിൽ ഇതിനും ചിൽഡ്രൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ചിൽഡ്രൻ കൊടുക്കാം, അറേ കൊടുത്തിട്ട് ഇതിൽ നമ്മൾ പാത്ത് കൊടുക്കുക. പാത്ത് ക്രിയേറ്റ് ആണെങ്കിൽ കമ്പോണന്റ് ക്രിയേറ്റ് കമ്പോണന്റ് അല്ലേ. കോപ്പി പേസ്റ്റ് ചെയ്തു. പാത്ത് വ്യൂ ആണെങ്കിൽ നമ്മുടെ വ്യൂ കമ്പോണന്റ്. ഒന്ന് ശരി, നമ്മളിവിടെ പാത്ത് എംപ്റ്റി ആണെങ്കിൽ ആദ്യം ക്രിയേറ്റ് അഡ്മിൻ കമ്പോണ്ടിലോട്ട് വന്നു. അത് ഇവിടെ കറക്റ്റാണ്. ഇനി ഈ പാത്ത് എംപ്റ്റിയിലൂടെ ഇനി നമ്മൾ വല്ല റൗട്ടും കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ /create എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത പാത്തിലോട്ട് വരും. അതായത് അതിൻ്റെ വല്ല ചിൽഡ്രൻസ് ഉണ്ടോ നോക്കും. ഇവിടെ ക്രിയേറ്റ് വന്നു. ക്രിയേറ്റ് വന്നാൽ നേരെ ഈ കമ്പോണ്ടിൽ ലോഡാവും. നമുക്ക് ലോഡാവുണ്ടോ ഇല്ല നോക്കാം. അതോ ക്രിയേറ്റ് കമ്പോണ്ടിൽ ലോഡായി. വ്യൂ ലോഡാവുണ്ടോ ഇല്ല നോക്കാം. വ്യൂ ലോഡായി. അതായത് ഇപ്പോൾ ഇവിടെ പാത്ത് എംപ്റ്റി അല്ല, പാത്തിൻ്റെ കൂടെ നമ്മൾ ക്രിയേറ്റും വ്യൂ കൊടുത്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണ്ട് ലോഡായി. ഇനി ഇവിടെ എവിടെയാണ് ഈ ചൈൽഡ് റൗട്ട് ഗാർഡ് യൂസ് ചെയ്യുന്നത് അല്ലേ, അതിന് വേണ്ടി ഞാൻ ആദ്യം ngCgoad വെച്ചിട്ട് ചൈൽഡ് റൗട്ട് ഗാർഡിനെ ഡിഫൈൻ ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ചോദിക്കും ഇവിടെ ക്യാൻ ആക്റ്റീവ് ചൈൽഡ് റൗട്ട് ഗാർഡാണ്. നമ്മൾ സ്പേസ് കൊടുത്തിട്ട് ഇതിനെ അൺമാർക്ക് ചെയ്തിട്ട് അപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ട് വീണ്ടും സ്പേസ് കൊടുത്ത് എൻ്റർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫയൽ ക്രിയേറ്റ് ആവും. നമുക്ക് നോക്കാം. ഇവിടെ അതിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് കണ്ടോ, ക്യാൻ ആക്റ്റീവ് ചൈൽഡ് റൗട്ട് ഗാർഡ്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്.
ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂൾ പോയിട്ട് നമുക്ക് ഇനി ഈ ചൈൽഡ് റൗട്ട് കാർഡ് കൊടുക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണ് ചൈൽഡ് റൗട്ട് കാർഡ് കൊടുക്കേണ്ടത്. ക്യാൻ ആക്റ്റീവ് ചൈൽഡ് റൗട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ചൈൽഡ് റൗട്ട് കാർഡിന് നോക്കാം. ചൈൽഡ് കോഡ് ചുമ്മാ ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു കണ്ടോ, ഇപ്പോൾ ക്രിയേറ്റിലോട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ വ്യൂ കൊടുത്തു, വ്യൂയിലോട്ടും പോകുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഫാൾസ് കൊടുത്തു. ഇങ്ങനെ ഫാൾസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചൈൽഡ് റോഡ്സിലോട്ട് പോകാൻ പാടില്ല. നമുക്ക് വർക്കിംഗ് ആണ് നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റോട്ടിലോട്ട് പോകുന്നില്ല. അതായത് ഇവിടെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, ഈ ചിൽഡ്രനെ നമ്മൾ വിളിക്കുന്നില്ല. കാരണം ഇത് ഫാൾസ് ആണ്. ഈ ഫാൾസ് ആകുമ്പോൾ ഇവിടെ വെച്ച് ബ്ലോക്ക് ആവും. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുള്ളൂ. അതാണ് നമ്മൾ ചിൽഡ്രൻ കൊടുക്കാൻ കാരണം. ചിൽഡ്രൻ കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി ഇത് കോളാവും. നമ്മൾ ചിൽഡ്രൻ കൊടുത്ത കാരണം ഇതിവിടെ ഫാൾസ് ആണോ ട്രൂ ആണോ ചെക്ക്. ഇതിപ്പോൾ ഫാൾസ് ആണ്. ഫാൾസ് ആയ കാരണം ഇങ്ങോട്ട് പോകത്തില്ല, ഇത് വരെ ഉള്ളത് വർക്ക് ആവുന്നുള്ളൂ. കാരണം അഡ്മിന് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. അഡ്മിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് വല്ല യൂസർ ഉണ്ടെങ്കിൽ, അഡ്മിൻ്റെ ആക്സസ് ഇല്ലാത്ത യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ ചൈൽഡ് റൗട്ട് കാർഡ് വെച്ചിട്ട് ഈ ക്രിയേറ്റീവ് വ്യൂവിനൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ് ലോജിക്സ് എല്ലാം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. ഓരോ ലോജിക് വെച്ചിട്ടായിരിക്കും ഇതിനെ റിട്ടേൺ ട്രൂ ഓർ ഫാൾസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു റൗട്ട് കാർഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അടുത്ത റൗട്ട് കാർഡ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ ഇതിനെ ഡീആക്ടിവേറ്റ് ആണ്. ഞാൻ ചുമ്മാ ഒരു ഗാർഡിനെ ക്രിയേറ്റ് ചെയ്തു ആണോ. ഇനി ക്യാൻ ഡീആക്ടിവേറ്റ് റൗട്ട് കാർഡാണ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഈ ക്യാൻ ഡീആക്ടിവേറ്റ് റൗട്ട് കാർഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഈ അഡ്മിൻ കമ്പിളിൽ ഒരു ഇൻപുട്ട് കൊടുക്കണം. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് സിക്കിൾ നെയിം എന്തെങ്കിലും കൊടുക്കാം, വരുന്ന കാര്യമില്ല. ഇടാണ്ടോ, സേവ് ചെയ്താൽ. ഓക്കെ, ഇപ്പം നമുക്കൊരു ഇൻപുട്ട് കിട്ടി. ഇനി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് വല്ല പേയ്മെൻറ്റ് ഗേറ്റ് വെക്കേണ്ടി വെച്ചു. നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാതെ ഈ ഒരു ബട്ടൺ എങ്ങനെ ക്ലിക്ക് ആയി വിചാരിക്കുക. അപ്പോൾ എന്താ, ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത റൗട്ടിലോട്ട് ഇപ്പോൾ വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ചൈൽഡ് റൗട്ട് കാർഡിന് ഇവിടെ ട്രൂ കൊടുക്കാം. ട്രൂ കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് ബട്ടൺ കൊണ്ട് വിചാരിക്കുക, കൺസിഡർ ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങനെ കൊടുത്തു. സബ്മിറ്റ് ബട്ടൺ ഒന്നും കൊടുക്കാതെ എൻ്റെ അറിയാതെ ഈ വ്യൂ എന്ന് പറഞ്ഞ കമ്പൗണ്ടിലോട്ട് ക്ലിക്ക് ചെയ്യാച്ചുണ്ടായി. ഈ വ്യൂ കമ്പൗണ്ട് വന്നു, ഞാൻ ടൈപ്പ് ചെയ്ത് പോയി. ഇനി ബാക്കിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ എംപ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വല്ല പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം എങ്ങാനും അറിയാതെ എല്ലാ ബട്ടണും ക്ലിക്കായി പോയാൽ കണ്ടോ, നമ്മൾ അത്രയും കൊടുത്തിട്ട് പോയി. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാൻ ഡീആക്ടിവേറ്റ് റൗട്ട് കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ക്യാൻ ഡീആക്ടിവേറ്റ് റൗട്ട് കാർഡ് എടുത്തു. ഇതിലോട്ട് ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്ത് ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞ സംഭവം വേണം. അത് മാത്രം തീർക്കാൻ മതി. ഇവിടെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. ഇവിടെ ക്യാൻ ഡീആക്ടിവേറ്റ് ഇവിടെ അൺനോൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിന് പകരം നമുക്കിപ്പോൾ ഈ ഇൻപുട്ട് ഉള്ളത് അഡ്മിനിലാണ്. അപ്പോൾ ഞാൻ ഈ അഡ്മിൻ എന്ന് പറഞ്ഞ കമ്പൗണ്ടിൽ ചുമ്മാ ഒരു ഫ്ലാഗ് ഈസ് ഡേർട്ടി എന്ന് പറഞ്ഞ ഫ്ലാഗ് ഇപ്പോൾ ട്രൂ ആയി ഞാൻ ഡിഫൈൻ ചെയ്തു. ചുമ്മാ ഒരു വാല്യൂ ഞാൻ കൊടുത്തു, ഈ സ്റ്റേറ്റ് എന്നുള്ളത് ബൂളിയൻ അത് ട്രൂ ആയി കൊടുത്തു. ഇനി ഞാൻ ഈ കമ്പൗണ്ടിനെ നേരെ നമുക്ക് ഏത് കമ്പൗണ്ടിലാണോ ഇപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വെക്കുള്ള ആ കമ്പൗണ്ടിന് നേരെ എന്ത് ചെയ്യാം, ഇവിടെ അതായത് അഡ്മിൻ കമ്പൗണ്ട് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. അതായത് ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു അഡ്മിൻ കമ്പൗണ്ട്, അതായത് ഇത് വർക്ക് ചെയ്യുന്ന ഈ അഡ്മിൻ കമ്പൗണ്ടിലായിരിക്കും. ഇനി കമ്പൗണ്ട് സ്ഥാനത്ത് ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ കമ്പൗണ്ട് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങളിവിടെ കമ്പോണൻറ്റ് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കണ്ടോ, ആ കമ്പൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാനിവിടെ ഈസ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബൂലിയൻ കൊടുത്ത കാരണം എനിക്ക് ഈസ് ഡേറ്റ് കിട്ടി. ഞാനൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഒരു ഇഫ് കൊടുത്തിട്ട് കമ്പോണൻറ്റ് ഡോട്ട് ഈസ് ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായിരിക്കും. ഓക്കെ,
കമ്പൗണ്ട് ഡോട്ട് ഈസ് ഡേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു വിൻഡോ ഡോട്ട് കൺഫർമേഷൻ ചോദിക്കാം. കൺഫേം ആർ യു ഷുവർ ഡു യു വാണ്ട് ടു ഗോ ടു നെക്സ്റ്റ് പേജ് എന്ന് നമ്മൾ കൺഫർമേഷൻ ചോദിക്കാം. ഓക്കെ, നമുക്കത് വർക്ക് ആവുണ്ടല്ലേ നോക്കാം. അതിന് മുന്നേ ഇതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്യാം. ഇതുകൊണ്ടോ പാത്ത് എം ടി എന്ന് പറയുമ്പോൾ ഈ അഡ്മിൻ കമ്പൗണ്ട് അല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്മിൻ കമ്പൗണ്ട് അടിയിൽ ക്യാൻ ഡീആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വരും. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗാർഡിനെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തു, ഞാൻ ഈ വ്യൂ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ആർ യു ഷുവർ ഡു യു വാണ്ട് ടു ഗോ ടു നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ അലൈൻ ബോക്സ് ഇവിടെ ചോദിച്ചു. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എങ്ങാനിപ്പോൾ കൈ തെറ്റിയാണെങ്കിലും നിങ്ങൾക്കിവിടെ ഒരു ബ്ലോക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ ക്യാൻസൽ കൊടുത്താൽ അടുത്ത പേജിലോട്ട് പോയില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോയില്ല, അത് ഇവിടെ ഉണ്ടാവും. ഇനി അഥവാ വ്യൂ കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ നിങ്ങൾ വ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ബട്ടണുണ്ട്, ഓക്കെ ബട്ടണുണ്ട്. ക്യാൻസൽ കൊടുക്കുമ്പോൾ അവിടെ പോകും. നമുക്കിവിടെ എന്തൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പോപ്പപ്പ് ചോദിക്കും, ആർ യു ഷുവർ വാണ്ട് ടു ഗോ ടു നെക്സ്റ്റ് പേജ്. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺഫേം ബോക്സ് ചോദിക്കും. അത് നമ്മൾ ക്യാൻസൽ കൊടുക്കുമ്പോൾ ഇവിടെ പോകുന്നില്ല, നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ അപ്പുറത്തോട്ട് പോകുന്നില്ല. നമ്മൾ കാരണം ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടില്ലായിരുന്നു, നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ റിട്ടേൺ കൊടുത്താൽ ഇത് ഇവിടെ വെച്ച് ക്ലോസ് ആയിക്കോളും. പിന്നെ നമുക്കിത് എപ്പോഴും ഒരു ഗാർഡ് എപ്പോഴും ബൂളിയൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം. കൊടുത്തു, വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ എനിക്ക് വെച്ചു ഈ ഒരു പോപ്പ് വെച്ചു. ഞാൻ ക്യാൻസൽ കൊടുത്തപ്പോൾ എങ്ങോട്ടും പോയില്ല, നമുക്ക് ആ ഇൻപുട്ടിൽ കൊടുത്ത എല്ലാം വാല്യൂസ് അവിടെ വന്നു. ഇനി ഞാൻ വീണ്ടും വ്യൂ കൊടുത്തു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകണം. ഇവിടുത്തെ ഡാറ്റ പോയാലും കുഴപ്പമില്ലെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വ്യൂ കമ്പൗണ്ടിലോട്ട് പോകാൻ പറ്റും. നമ്മൾ ക്യാൻ ഡീആക്ടിവേറ്റ് എന്ന റോഡ് കാർഡൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട്. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് എങ്ങാനും അറിയാതെ വല്ല ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കണ്ടേ. അല്ലാതെ പോയാൽ മൊത്തം ഡാറ്റയും പോകും, പിന്നെ വീണ്ടും ആദ്യം ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 റോഡ് കാർഡ്സ് ആണ് ക്യാൻ ആക്ടിവേറ്റ് ചൈൽഡും. ക്യാൻ ആക്ടിവേറ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈൽഡ്സ് ആയ ഈ ഒരു കോമൺ പാരന്റ് കമ്പൗണ്ട് ചൈൽഡ്സ് ആയ ക്രിയേറ്റീവ് വ്യൂയുടെ റോഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ചൈൽഡ് റോഡ് കാർഡ്സ് ഉപയോഗിക്കുന്നു. നമ്മൾ അടുത്ത ക്യാൻ ഡീആക്ടിവേറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ കമ്പൗണ്ടിൽ തന്നെ നമ്മൾ വല്ലതും ടൈപ്പ് ചെയ്തു, ആ ഡാറ്റാസ് നമ്മൾ എങ്ങാനും അറിയാതെ വേറെ വല്ല ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോവാതിരിക്കാൻ ഒരു കൺഫർമേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഡീആക്ടിവേറ്റ് റോഡ് കാർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ കമ്പൗണ്ട് ഈ ഇഫ് കണ്ടീഷനുള്ളിൽ നമ്മൾ കമ്പൗണ്ട് ഡോട്ട് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അഡ്മിൻ കമ്പൗണ്ട് ഡോട്ട് എസിൽ പോയി ഇതിവിടെ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വല്ല ഇൻപുട്ടിൻ്റെ വല്ല വാല്യൂ ചേഞ്ച് ആകുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്ക് വല്ല ബിസിനസ് ലോജിക്കായിട്ട് നമുക്ക് ഈ വേരിയബിളിനോട് സെറ്റ് ചെയ്യാം. ഈ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം, ആ സെയിം പേര് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കാർഡിൽ കൊടുത്താൽ മതി. ഇവിടെ പോയി ഞാൻ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു, ഇതിപ്പോൾ ബൂലിയൻ ട്രൂ ആയ കാരണമാണ് ഇത് വർക്കായത്. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഈ NG യൂണിറ്റിൽ നമുക്ക് ലൂപ്പ് അടിച്ചിട്ട് ഇതിൻ്റെ വല്ല ഒബ്ജക്റ്റോ ചേഞ്ച് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ് ലോജിക്ക് വെച്ച് ചെക്ക് ചെയ്യാം. അത് ചേഞ്ച് ആയാൽ മാത്രം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് ട്രൂ കൊടുത്താൽ മതി. അത് ട്രൂ കൊടുക്കുമ്പോൾ മാത്രം ഇത് വർക്ക് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ബൂലിയൻ ആണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയൻ ചുമ്മാ കൊടുത്താൽ ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.